രാവിലെ തന്നെ അനീഷിന് കിച്ചൻ്റെ ലക്ഷണം കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. ആദ്യം തന്നെ ബിന്നിയായിട്ടൊരു ട്രിപ്പ് വഴക്ക് നടന്നു. ബിന്നി ഒരു സൈഡിൽ കൂടെ സ്ലിപ്പായങ്ങ് പോയി. അതിൻ്റെ പുറകെ അവിടെ നിന്ന് ലക്ഷ്മി ആവശ്യമില്ലാതെ കയറി ഓരോ ഡയലോഗുകൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ബിന്നി പോയി കഴിഞ്ഞപ്പം അനീഷ് ചോദിക്കുന്നുണ്ട്, ഇത്ര വലിയ ന്യായം പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ബാക്കി വന്ന ചോറ് അല്ലെങ്കിൽ ബാക്കി വന്ന സാധനങ്ങൾ എന്തുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചില്ല? ഇത്ര മാത്രം ആഹാരങ്ങൾ വേസ്റ്റ് ചെയ്ത് എന്തിനാണ്? അപ്പോൾ അത് ഞങ്ങളോട് കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞില്ലെന്ന് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്. നിങ്ങളുടെ കിച്ചൺ ക്യാപ്റ്റൻ പറയാതെ തന്നെ എടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് അത്രയ്ക്കുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അനീഷ്. ഒരാൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് അറിയത്തുള്ളൂ. എന്തിനാണ് നിങ്ങളിങ്ങനെ കിച്ചൻ്റെ ടീമിനകത്ത് വന്നത്? നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? ഇതിന് മുമ്പ് നടന്ന കിച്ചൺ ടീമുകാർ ഇങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്തത്? നിങ്ങൾ ഇത്രയും നാൾ വന്നിട്ട് ഇവിടെ നിന്ന് എന്താ നിങ്ങൾ പഠിച്ചത്? നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? അത് ഈ വീട്ടിൽ ജീവിക്കണം. ജീവിച്ചാൽ മാത്രമേ ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ, ഒരു കാര്യം പഠിക്കാതെ, മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാതെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അനീഷ് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മിയെ വലിച്ചു കീറുന്ന കണക്കാണ് അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 3-4 വട്ടം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നു? ഒരു പ്രയോജനവും ഇല്ലാതെ, ആർക്കും ഒരു ഗുണവും ഇല്ല, ഒരു ഇതുമില്ലാതെ നിങ്ങൾ എന്തിനിവിടെ നിൽക്കുന്നെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് വീണ്ടും റിപ്പീറ്റഡായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളെ കൊണ്ടുവന്ന് ജയിലിലിട്ടേന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയാണ്, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുമ്പോഴും പറയാം, അനീഷ് ഇത്രയും വാക്കുകൾ മാത്രമേ സംസാരിക്കാവൂ, അനീഷ് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല, പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ നിങ്ങൾ എന്തിനാ ഈ ഡയലോഗ് പറയുന്നത്? ഞാനിപ്പോൾ എന്തോ പറഞ്ഞത് തന്നെ ഞാൻ എവിടെയാണ് പറഞ്ഞത്? നിങ്ങളോട് ഞാൻ ചോദിച്ചതിൻ്റെ പിന്നെ ഞാൻ രണ്ടാമതെടുത്ത് പറഞ്ഞോ? ഇല്ലല്ലോ. ആവശ്യമില്ലാത്ത സംസാരം വേണം. ആരുടെയെങ്കിലും തോളെ കയറണം, ആരോടെങ്കിലും വഴക്കുണ്ടാക്കണം. ഇപ്പം എന്നെ കിട്ടിയുള്ളൂ. ബിന്നി ഉണ്ടായിരുന്നു, ബിന്നി അങ്ങ് പോയി, ഇപ്പം അത് എൻ്റെ പുറത്തായി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ കിടന്ന് ചിലക്കുകയാണ്.